ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിൽ വികസന പദ്ധതികൾക്കായി അതിരമ്പുഴ, ആർപ്പൂക്കര, അയ്മനം, നീണ്ടൂർ പഞ്ചായത്തുകളിലായി 1,40,00,000 രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിരമ്പുഴ ഡിവിഷനിൽ നിലവിലെ 1,60,00,000 രൂപയുടെ പദ്ധതികൾ 1 മാസത്തിനകം പൂർത്തിയാകുമെന്നും അവർ പറഞ്ഞു. പുതിയതായി അനുവദിച്ച 1,40,00,000 രൂപയുടെ പദ്ധതികൾ 3 മാസം കൊണ്ട് നടപ്പിലാക്കും. നാളിതുവരെ 4 വർഷം കൊണ്ട് 5 കോടിയുടെ വികസന പദ്ധതികൾ അതിരമ്പുഴ ഡിവിഷനിലെ 4 പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി. നീണ്ടൂർ വിരിപ്പുകാല പാടശേഖരത്തിൽ 10 ലക്ഷം, ആർപ്പൂക്കര ആര്യാട്ടൂഴം പാടശേഖരം 10 ലക്ഷം, കൈപ്പുഴ അംബികവിലാസം കോളനി സംരക്ഷണ ഭിത്തി 10 ലക്ഷം, സ്ട്രീറ്റ് ലൈൻ പദ്ധതി 10 ലക്ഷം, വനിതാ സംരംഭകർക്കായി 5 ലക്ഷം, കുടമാളൂരിൽ അംഗനവാടി പുനരുദ്ധാരണം 5 ലക്ഷം രൂപ, ആർപ്പൂക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടോയ്ലറ്റ് സമുച്ചയം 15 ലക്ഷം, കുടമാളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നവീകരണം 10 ലക്ഷം, കരിപ്പൂത്ത ഗവൺമെന്റ് ഹൈസ്കൂൾ നവീകരണം 7 ലക്ഷം, സമ്പൂർണ്ണ വെളിച്ചം പദ്ധതി 22 ലക്ഷം, CCTV ക്യാമറ 10 ലക്ഷം, ആർപ്പൂക്കര വട്ടുകുളം കുന്നുംപുറം റോഡ് നവീകരണം 6 ലക്ഷം, ആർപ്പൂക്കര ആറാട്ടുകടവ് റോഡ് നവീകരണം 6 ലക്ഷം, അമലഗിരി അലമാരി കമ്പനി റോഡ് നവീകരണം 4 ലക്ഷം, മാന്നാനം ടാഗോർ കലാകേന്ദ്രം പബ്ലിക് ലൈബ്രറി നവീകരണം 5 ലക്ഷം, കുടമാളൂർ സേതു പാർവതിഭായ് പബ്ലിക് ലൈബ്രറി നവീകരണം 2 ലക്ഷം രൂപ എന്നീ പദ്ധതികൾക്ക് വേണ്ടിയാണ് 1,40,00,000 രൂപ അനുവദിച്ചതെന്ന് ഡോക്ടർ റോസമ്മ സോണി പറഞ്ഞു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷൻ്റെ ജനപ്രതിനിധിയായി 2020 ഞാൻ സ്ഥാനമേൽക്കുമ്പോൾ ആർപ്പൂക്കര, അതിരമ്പുഴ, നീണ്ടൂർ, അയ്മനം എന്നീ പഞ്ചായത്തുകളിലായിട്ട് ഈ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ 8 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ, അത് കാർഷിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, വെളിച്ചം, അതുപോലെ തന്നെ മലിനജല നിർജ്ജലീകരണം, നികർഗമന ചാനലുകൾ, സ്കൂളുകളുടെ ഉദ്ധാരണങ്ങൾ, സ്കൂളുകളിൽ വൈദ്യുതീകരണം, ഇങ്ങനെ നാനാവിധത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാൻ എനിക്ക് സാധിച്ചു. 5 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ഈ വർഷം ഉടൻ തന്നെ 1 മാസത്തിനകം 1,60,00,000 രൂപയുടെയും കൂടെ പൂർത്തിയാകുന്നു. പിന്നീടുള്ള 1,40,00,000 ഈ വർഷത്തെ എൻ്റെ വികസന ഫണ്ടിൽ നിന്ന് ഞാൻ പല മേഖലകളിലേക്കായിട്ട് നൽകിയിരിക്കുന്ന ഫണ്ടും എൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പേ പൂർത്തീകരിക്കുമെന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജില്ലാ പഞ്ചായത്തിലെ 22 അംഗങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾക്കായി നാനാത്മുഖമായ ജനങ്ങളുടെ സർവ്വതോന്മുഖ വികസനത്തിന്, എല്ലാ മേഖലയിലുള്ള വികസനത്തിന് വേണ്ടിയും ഞങ്ങൾക്ക് നൽകിയ ഫണ്ടിൽ 8 കോടിയും അതിനകത്ത് 1 രൂപ പോലും ലാപ്സാകാതെ മുഴുവനും വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച് അതിൻ്റെ ഫലം ജനസഞ്ചയത്തിന് നൽകുവാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.